ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് കറങ്ങാൻ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളൊരു കോട്ടയിലേക്ക് പോയിട്ടുണ്ട് ഗായ്സ്, നിഗൂഢമായ ഒരു കോട്ടയിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓൾ സെറ്റ്, നമ്മളിതാ വീടൊക്കെ ക്ലോസ് ചെയ്ത് നേരെ ആമാൻ്റെ വീട്ടിലേക്ക് പോകലാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എല്ലാവരും ഒന്നിച്ചിട്ട് പോകുന്നത്. നമ്മൾ ജുമാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മളിതാ നേരെ ആമാൻ്റെ വീട്ടിലെത്തി. പിന്നെ ഇതാ കുട്ടികൾ നമ്മുടെ വണ്ടിയിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വന്ന് ഉമ്മത ആമാൻ്റെ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് റുസ്താക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഇതാ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വിട്ടത് റുസ്താക്കിലേക്കാണ്. ഇതാ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട കണ്ടില്ലേ. അപ്പോൾ ഇതാ അൽ ഹസം കാസിൽ നിന്നാണ് ഈ കോട്ടൻ്റെ പേര്. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറേ പീരങ്കികളെല്ലാം 4 സൈഡും ഉണ്ട്. ഏത് വൈക്കുന്നാണ് ഉണ്ട വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം എന്ന് കാണണ്ടേ. പണ്ടത്തെ ഒരു കോട്ടയാണ്. ഇവിടെ എന്താണ് കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും അകത്തേക്ക് കയറലാണ്. അങ്ങനെ നമ്മളെല്ലാവരും അകത്തേക്ക് കയറി. പിന്നെ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടായിനി. അപ്പോൾ ഇതാ കുട്ടികൾ പുറത്ത് പീരങ്കിയെല്ലാം കണ്ടിട്ട് ഫുൾ അതിശയത്തോടെ ഇങ്ങനെ നോക്കലാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഡോർ തന്നെ കണ്ടില്ലേ, അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറേ കൊത്തുപണികൾ ഈ ഡോറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴയ ആ ഡോറ് ഇപ്പോഴും ആ ഒരു എന്താണ് ആ തനിമ നിലനിർത്തി കൊണ്ടാണ് ഇവിടെ ഓരോ സംഭവങ്ങളും ഉള്ളത്. ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിയറായിട്ട് അങ്ങനെ കാണൂല, എന്നാലും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വാളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ഇതാ കാവൽക്കാരൻ നിന്നതും പിന്നെ 2 സൈഡ് പീരങ്കി ഡോറിൻ്റെ സൈഡ് ഇങ്ങനെ വെക്കുമല്ലോ. അപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അവിടെ എഴുതി കാണിച്ചിട്ടും പിന്നെ ഒരു ഫോൺ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ കുറേ ആൾക്കാരെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് എല്ലാം അവരിങ്ങനെ നോക്കലാന്ന്. കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഓരോ ഡോറും നല്ല വലിയ സൈസാണ്. പിന്നെ ഇതാ ചെറിയ ചെറിയ റാന്തൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഗ്രില്ലെല്ലാം ഇട്ടിട്ട് ഇതാ കിണർ സേഫാക്കി വെച്ചിട്ടുണ്ട്. നല്ല ആഴമുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ അറകൾ, ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു അറകളെല്ലാം ഉണ്ട്. അതിലെല്ലാം ഓരോ പണ്ടത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കുടങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ നിധി കുഴിച്ചിടും. പിന്നെ അല്ലെങ്കിൽ വലിയ വലിയ കുടങ്ങളിലെല്ലാം അവർ ഇങ്ങനെ ശത്രുക്കൾ വരുമ്പോൾ ഒളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ പണ്ടത്തെ ഉപ്പാപ്പാൻ്റെ സ്റ്റിക്ക് ഉണ്ട് ഇവിടെ. പിന്നെ അതിൽ തന്നെ ഒരു ആയുധം പോലത്തെ സ്റ്റിക്കാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ അവർക്ക് ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, കുറേ നല്ല എന്താണ് ഈ ജഗ് പോലത്തെ ഐറ്റംസ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മുടെ ബാഹുബലിയിലുള്ള ഒരു ഐറ്റം, മറ്റേ കാട്ടാപ്പൻ ഇട്ട പോലത്തെ അത് ഞാൻ ഇടാൻ നോക്കിയതാണ്. പക്ഷേ അന്നേരം ആരുമില്ല, ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഒരു ബടന്മാറ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓർമ്മ വന്നേ. പിന്നെ പണ്ടിതാ ഇതുപോലത്തെ പാത്രങ്ങളിലെല്ലാം ഫുഡ് വെക്കുക. പിന്നെ ഇതുപോലത്തെ കുറേ ചാലുകൾ ഓരോ സൈഡ് ഇങ്ങനെ വെള്ളം വരുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് അതിനെ പറയാമെന്നറിയില്ല, ചെറിയ ചെറിയൊരു ചാല് പോലെ. പിന്നെ ഇത് എന്തെല്ലോ അറബിയിലെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വല്ല നിധിയാമറ്റുണ്ടെന്നായിരിക്കും. പിന്നെ കുറച്ച് അറകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഇട്ടിന് കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നത് നിധി വല്ലതും ഉണ്ടായിരിക്കും എന്നാണ്. പിന്നെ ഇത് കണ്ടില്ലേ, പണ്ടത്തെ കച്ചവടം ആ ഒരു തീം ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയത്. തൂക്കുകയറ് എത്ര ആളെ തൂക്കിക്കൊന്നതായിരിക്കും. ഇതെല്ലാം അതേപോലെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ 2 ഇമാമുമാരെ ഖബറുണ്ട് കേട്ടോ. അത് അപ്പുറം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. 2 പണ്ട് മരിച്ച ആൾക്കാർ ഇത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ മേലേക്ക് കയറിയപ്പോൾ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ വിശ്രമിക്കുന്ന ഏരിയ ഉണ്ട്. പായെല്ലാം വിരിച്ചിങ്ങനെ സെറ്റാക്കിയതിന്. പിന്നെ ഇതാ മേലേക്ക് ഒരു ഉപ്പാപ്പ അവിടെ ഇരുന്നിട്ടുണ്ട്. അതെല്ലാം എന്തെല്ലോ ഇങ്ങനെ സംഭവങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് പിന്നെ അങ്ങനെ അറിയില്ലല്ലോ ഡീറ്റെയിൽ ആയിട്ട്.
പിന്നെ ഇതാ കണ്ടില്ല കുറേ പീരങ്കികൾ. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ ഉണ്ടകളും ഇങ്ങനെ എന്താണ് ശത്രുക്കൾക്ക് നേരെ ഇവിടെ നിന്നാണ് വെടിയുയർത്തിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞ് നിന്നിട്ടല്ലല്ലോ നോക്കിയിട്ടല്ല ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ വന്നത് പണ്ടത്തെ ആ ഒരു യുദ്ധം ഇവിടെ നിന്നല്ലോ നടന്നേന്നുള്ളത്. അപ്പോൾ ഒമാനിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു കോട്ടയിലേക്ക് പോകുന്നത്. പിന്നെ ഇതൊരു സീക്രട്ട് പാസേജ് ഉണ്ട്, അതൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദ എൻട്രൻസ് ടു സീക്രട്ട് പാസേജിലേക്ക് നമ്മളിങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ്. ഞാൻ എങ്ങനെയാണെന്നറിയില്ല ക്യാമറയും കൊണ്ട് നടന്നത്, പിന്നെ ഫോണൊന്നും വീകാത്തത് ഭാഗ്യം. ഇതാ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ഉപ്പാപ്പ ഇരുന്നിട്ടുണ്ട്, പണ്ടത്തെ ഒമാനി ഉപ്പാപ്പ. യുദ്ധം വന്നതിന് ഓടാനല്ലേ വീട് ലൈറ്റെല്ലാം വെച്ച് അതാ കരിനാവാൻ തോന്നുന്നു. ലൈറ്റെല്ലാം വെച്ചിരിന്ന് പറയലോടുകൂടി കറണ്ടും പോയി. അങ്ങനെ ഇതെല്ലാവരും കുരുടമ്പാറ പോലെ നടന്ന് അങ്ങനെ ഇടവഴികളിലൂടെ എല്ലാം ഏതെല്ലാം സ്ഥലത്തെത്തി. പിന്നെ ഇതാ എന്തെല്ലോ വലിയ വലിയ ഐറ്റംസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ നോക്കിയിട്ടെല്ലാം ഫുള്ളും അതെല്ലാം നോക്കി ഇങ്ങനെ നടന്ന് മേലെത്തി, താഴ്ന്ന് ഇറങ്ങിയിട്ട് പിന്നെ മേലെത്തി. എന്തെല്ലാമെന്ന് അറിയില്ലേ, ഏതെല്ലോ വഴികളിലൂടെ നമ്മളിങ്ങനെ അതിസാഹസികമായി നടന്നിട്ട് പിന്നെ ഒരു ഉള്ളിലേക്ക് ഒരു ജയിലറകളിലേക്കാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ വിലങ്ങ്, ഒരുപാട് ആൾക്കാരെ കയ്യിലിട്ട വിലങ്ങാണ് അത്. ഞാനൊന്ന് ടച്ച് ചെയ്ത് കേട്ടാ. അപ്പോൾ എനിക്ക് എന്താണ് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ശത്രുക്കള പിന്നെ ഇങ്ങനെയല്ലാന്ന് ശിക്ഷിച്ചത്. അതായത് കണ്ടില്ലേ ഈ ഒരു ചങ്ങായിന് ഇങ്ങനെ ഉള്ളിലിട്ടിട്ടാണ് പണ്ട് ശിക്ഷിച്ചത് കേട്ടോ. ഒരു ചെറിയൊരു ഇടുങ്ങിയ സ്ഥലത്ത്, അത് വളരെ താഴ്ചയിൽ. അപ്പോൾ അവർക്ക് എന്താണ് നിസ്സഹായ അവസ്ഥയിൽ അവരിങ്ങനെ മേലേക്ക് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ രക്ഷിക്കണേ എന്നുള്ള ഒരു ഭാവത്തിലാണ് ആ ഉപ്പാപ്പ അവിടെ നിന്നിട്ടുള്ളത്. പിന്നെ ഇതാ അവിടെ ഒരു ഉപ്പാപ്പനെ കാലിൽ ഇതാ മരത്തിൻ്റെ ഒരു സംഭവമില്ല, അതെല്ലാം ഇട്ടിട്ട് പണ്ട് ഇങ്ങനെയൊക്കെ ശിക്ഷിച്ചിന്. ഇന്നത്തെ എന്താണ് കൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് വളരെ നല്ല എന്താണ് ജയിലിൽ നല്ല ഫുഡും പിന്നെ പുറത്തിറങ്ങുമ്പോൾ നല്ല ഉഷാറും പിയാപ്പിളിനെ പോലെല്ലാം ആയിട്ടല്ല ഇറങ്ങുന്നത്. പണ്ട് ഇത്രയും കഠോരമായ ശിക്ഷകളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടം പോലെ തോന്നുന്നത്. പക്ഷേ ഇവരെല്ലാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും ആ ഒരു ഡെമോ എല്ലാം അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതാ ഇങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങളെല്ലാം കേട്ടോ അവർ ഫുഡെല്ലാം ഉണ്ടാക്കുക. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. വലിയ തളുക, നമ്മൾ കണ്ണിൽ കാണാത്ത അത്രയും വലിയ തളുക, അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കുറേ നോക്കി നടന്നിട്ടൊക്കെ പുറത്തിറങ്ങി. കുറേ നടന്നിട്ട് അവസാനം കാലിൻ്റെ പണിക്കുറ്റൊക്കെ അതിന് കുറേ സ്റ്റെപ്പ് കയറി ഇറങ്ങി അങ്ങനെയെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പുറത്തിറങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഒരു ചെറിയൊരു വെള്ളം വരുന്ന നല്ലൊരു അടിപൊളി സംഭവം. ഇതിൽ നിന്നാണ് അകത്തേക്ക് വെള്ളം വരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആമ പിന്നെ നമ്മുടെ വീട്ടിൽ വന്നതും പാർട്ടി സെറ്റാക്കിയതെല്ലാം നമ്മൾ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പിറ്റേന്ന് വരുമ്പോൾ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. പിന്നെ ആമ അരിപ്പത്തിൽ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ പിന്നെ താഴെയിരിക്കാൻ പറ്റില്ല, ഉമ്മ വണ്ടിയിലിരുന്ന്. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഫുഡൊക്കെ എടുത്തു കൊടുക്കലാണ്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ സൂയിലേക്ക് പോയിട്ടുണ്ടായിന്. അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷോർട്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസും ബാക്കിയുള്ള എല്ലാ വീഡിയോസും എല്ലാവരും കാണാം. കണ്ടിഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. നമുക്ക് ലൈക്ക് വളരെ കുറവാണ്, വ്യൂ ഉള്ളത്ര പോലും നമുക്ക് ലൈക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു 100 ലൈക്കെങ്കിലും ആക്കി തരണം, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെയും മോനെല്ലാം വണ്ടിയിലിരുന്നിട്ട് കഴിക്കുന്നുണ്ട്, താഴെയിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ കോട്ട വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്തത് നമ്മൾ പോയത് സൂയിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ വളരെ ലെങ്തി ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.